വചന ചിന്തയ്ക്കായി തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനമാണ് ഇന്ന് പകലിൽ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാമത്തെ തിരുവചനം വായിച്ചു ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. വായിച്ചേട്ടെ വാക്യം. സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും മുദ്രയിടരുത്. മതി. കർത്താവിൻ്റെ വചനത്തിൽ അവസാന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ അതിന് മുകളിലുള്ള ഇതിൻ്റെ അവസാനത്തുള്ള യൂദയുടെ പുസ്തകം വരെ പറഞ്ഞിരിക്കുന്ന നിരവധി വിഷയങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുവരെ പറഞ്ഞ വിവിധമായ കാര്യങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ പൂർത്തീകരണം കാണുന്നൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ അവസാന പ്രവചന പുസ്തകത്തിൽ കർത്താവ് നമ്മോട് പറയുന്ന ഒറ്റ വാക്കിതാണ്: സമയം അടുത്തിരിക്കുന്നു. ഇന്ന് പകൽ എന്തിനൊക്കെയോ ദൈവാത്മാ പറയുകയാണ്, സമയം അടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സമയത്തെക്കുറിച്ച് കർത്താവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. സമയം വലിയ വിലപ്പെട്ടതിൽ ഒന്നാണ് സമയമെന്ന് പറയുന്നത്. കർത്താവ് പ്രകൃതിയിൽ കനിഞ്ഞു നൽകിയ ഒരു വരദാനമാണ് സമയം. ഈ സമയത്തെ പൗലൂസ് പറയുകയാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നാണ്. യേശു പറയുന്ന സമയത്തെക്കുറിച്ച് യേശു പറയുന്നൊരു വാക്കുണ്ട്. അപ്പോസ്തലരുടെ പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ. അവിടെ കർത്താവ് പറയുകയാണ്, ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ് പല കാര്യങ്ങൾ. കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, പിതാവിൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിരിക്കുന്ന കാലങ്ങളെയോ സമയങ്ങളെയോ അത് നിങ്ങൾക്കുള്ളതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ കർത്താവ് നമ്മോട് പറയുക, എന്തിനോ സമയമടുത്തിരിക്കുകയാണ്. ഒരുപക്ഷേ ഏതിലൊക്കെയോ നാം പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി വരാൻ സമയം അടുത്തിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ തുടക്കത്തിന് വേണ്ടി സമയമെടുത്തിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ ലോകയാത്രയുടെ അന്ത്യമായിരിക്കാം, അതിന്റെ അവസാനമായിരിക്കാം. പ്രിയമുള്ളവരെ, എന്താകട്ടെ, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് സമയത്തിന് വിലയുണ്ട്. ഈ പകൽക്കാലം പറയാ, സമയം പലപ്പോഴും നമുക്ക് സമയം തികയുന്നില്ല, സമയം മനുഷ്യർക്ക് കിട്ടുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നു, സമയം കർത്താവ് ഒരു വരദാനമാണ് സമയം. ദൈവത്തിന്റെ മക്കൾക്ക് ഈ സമയം പലപ്പോഴും തികയുന്നില്ല. നമുക്കറിയാം, രാത്രി സമയം തികയുന്നില്ല, രാവിലെ പ്രഭാതമായാൽ സമയം തികയുന്നില്ല. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, സമയമടുത്തിരിക്കുക. ഏതിനൊക്കെയോ സമയമടുത്തിരിക്കുന്നു, എന്തിനോ സമയമടുത്തിരിക്കുന്നു, കാലത്തിന്റെ പൂർത്തീകരണത്തിലോ സമയമടുത്തിരിക്കുന്നു. അത് അവസാന നാളിൽ കർത്താവ് പറയുന്നു, സമയം അടുത്തിരിക്കുകയാണ്. ഇന്ന് പകൽ സമയം അതെ തികയാ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അത് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാ, നിന്റെ വിടുതലിന്റെ സമയം അടുത്തിരിക്കുകയാണ്, നിന്റെ സന്തോഷത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്, നിന്റെ ആനന്ദത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്, നിന്റേതായ അതേ ജീവിതത്തിൽ വരാൻ പോകുന്ന നന്മയുടെ സമയം അടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ അടുക്കൽ വരാൻ സമയം അടുത്തിരിക്കുന്നു, കാലം തികഞ്ഞിരിക്കുന്നു.
സക്കരിയാവിനോട് ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം പറയുകയാ, നിന്റെ സമയം അടുത്തിരിക്കുകയാണ്. ഇന്നലകളിൽ നീ കരഞ്ഞ്, ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച പല വിഷയത്തിന്റെയും മറുപടി വരാൻ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ പുറത്തെടുക്കേണ്ട സമയം അടുത്തിരിക്കുകയാണ്. നീ പുറത്തു വരേണ്ട സമയം അടുത്തിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെതായ നന്മയുടെ സമയം, നിന്റെ വിടുതലിന്റെ സമയം, ഹല്ലേലൂയ, നിന്റെ രക്ഷയുടെ സമയം, നിന്റെ ഉയർച്ചയുടെ സമയം, നിന്റെ പൂർത്തീകരണത്തിന്റെ സമയം അടുത്തിരിക്കുന്ന ഈ പ്രഭാതത്തിൽ എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്ന എനിക്കറിയില്ല. നിന്റെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ കരഞ്ഞ ചില വിഷയത്തിന്റെ വിടുതലിന്റെ സമയം അടുത്തിരിക്കുകയാണ്. നിന്റെ കഷ്ടത തീരേണ്ട സമയം അടുത്തിരിക്കുകയാണ്. നിന്റെ വേദന മാറിപ്പോകേണ്ട സമയം അടുത്തിരിക്കുകയാണ്. നിന്റെ രോഗത്തിന്റെ സൗഖ്യത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്. നിന്റെ ലോക യാത്രയുടെ സമയം അടുത്തിരിക്കുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേർക്ക് സന്തോഷത്തോടെ കരമടിച്ച് കർത്താവിനെ ഒന്ന് വാഴ്ത്തുവാൻ കഴിയൂ. നിന്റെ പ്രാർത്ഥനയുടെ സമയം ഇതാ അടുത്തിരിക്കുന്നു. നിന്റെ വാഗ്ദത്തത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീര് തോരേണ്ട സമയം, നിന്റെ വേദനകൾ അസ്തമിക്കേണ്ട സമയം ഇന്ന് പകൽ സമയം അടുത്തിരിക്കുന്നു. നിന്റെ വേദനകൾ അസ്തമിക്കാൻ സമയമായി. നിന്റെ നിരാശകൾ തീരുവാൻ സമയമായി. നിന്റെ കണ്ണുനീര് തോരുവാൻ സമയമായി. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന ഒരു പ്രത്യേക ടൈമിലേക്ക്, സമയത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്ന സമയം, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം. ഹല്ലേലൂയ. സമയം അടുത്തിരിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഇന്നലകളിൽ കരഞ്ഞത് മതി, ഇന്നലകളിൽ നിരാശപ്പെട്ടത് മതി, ഇന്നലകളിൽ വേദനിച്ചത് മതി, ഇന്നലകളിൽ കബളിപ്പിച്ചത് മതി, ശത്രു നിന്നെ നിലത്തിട്ട് ചവിട്ടിയത് മതി. അതെല്ലാം മാറുവാൻ സമയം അടുത്തിരിക്കുന്നു. സമയം വന്നെത്തിയിരിക്കുന്നു. സമയത്തിന്റെ പൂർത്തീകരണം വന്നിരിക്കുന്നു. ഇന്നലകളിൽ കരഞ്ഞത് മതി. ഹല്ലേലൂയ. പിശാചിന്റെ അവസാനം വന്നെത്തിയിരിക്കുകയാണ്. നിന്നെ കരയിപ്പിച്ച, നിന്നെ വേദനിപ്പിച്ച വിഷയങ്ങൾ അപ്രത്യക്ഷമാകാൻ സമയം വന്നിരിക്കുന്നു. കർത്താവിന്റെ സമയത്തിനായി ഇന്ന് പകൽ നമ്മെ ഏൽപ്പിക്കാം. ഇത് ദൈവത്തിന്റെ സമയമാണ്. ഇത് പിശാചിന്റെ സമയമല്ല. ഇത് മന്ത്രവാദിയുടെ സമയമല്ല. ഇത് ദുരാചാരത്തിന്റെ സമയമല്ല. ഇത് മറ്റുള്ളവരുടേതായ സമയമല്ല. ഇത് ദൈവത്തിന്റെ സമയമാണ്. ഇത് ലോകത്തിന്റെ ഭരണങ്ങളുടെ സമയമല്ല. നിന്നെ വിടുവിക്കാൻ ഇത് ദൈവത്തിന്റെ സമയം. ഇത് കർത്താവിന്റെ സമയം. ഇത് ഇപ്പോഴാകുന്നു രക്ഷയുടെ സമയം. ആ സമയം വന്നെത്തിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും മുദ്രയിടരുത്. ഇതിൽ നടക്കേണ്ടതെല്ലാം നടന്നേ പറ്റൂ. ഇതിൽ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചേ പറ്റൂ. അതുകൊണ്ടൊന്നും മുദ്ര വയ്ക്കണ്ട. ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം മുഴുവനും നടന്നേ മതിയാകത്തുള്ളൂ. അതാ കർത്താവ് പറഞ്ഞ, മുദ്രയിടരുത്. എന്തെങ്കിലും നിനക്ക് വേണ്ടി വെളിപ്പെടാനുണ്ടെങ്കിൽ മുദ്രയിടാതെ അത് തുറക്കുക. വചനം പറയുന്ന അങ്ങനെയാണ്. സമയം അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ സമയങ്ങളെക്കുറിച്ച് സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ സമയത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഓരോ സമയത്തിൽ എന്ത് സംഭവിക്കും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ 3-ാം അധ്യായം നമുക്ക് 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ജീവിതത്തിനകത്ത് എല്ലാറ്റിനും സകലത്തിനും ഒരു സമയം ദൈവം നിനക്ക് വച്ചിട്ടുണ്ട്.
ഹല്ലേലൂയ. ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് എന്ത് നടക്കണം, എന്ത് നടന്നുകൂടാ എന്നുള്ളതിന്റെ സമയം കർത്താവ് കുറിച്ചു വച്ചിട്ടുണ്ട്. അതാ 139 സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നിന്റെ പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ഈ പ്രായത്തിനകത്ത് എന്ത് സംഭവിക്കണം, ഈ സമയത്ത് എന്ത് നടക്കണം, ഈ സമയത്ത് എന്ത് സംഭവിക്കണം എന്നുള്ളത് നീ ജനിക്കുന്നതിന് മുൻപ്, അമ്മയുടെ ഉദരത്തിൽ മെടയുന്നതിന് മുൻപ് ദൈവം നിന്നെ കുറിച്ച് അവൻ എഴുതിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിനകത്ത് കരയുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിരാശപ്പെടുന്നവരെ, വേദനയോടിരിക്കുന്നവരെ, കണ്ണുനീരിന്റെ മധ്യത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കാം, നിന്റെ കണ്ണുനീര് അതേ മാറുവാൻ സമയം അടുത്തിരിക്കുന്നു. നിന്റെ വേദന മാറാൻ സമയം അടുത്തിരിക്കുന്നു. ഇന്നലകളിൽ നിന്നെ വല്ലാതെ വലച്ച ആ പ്രശ്നത്തിൽ നിന്ന് നീ പുറത്തു വരാൻ സമയം വന്നിരിക്കുന്നു. കർത്താവിന്റെ വചനം പറയും, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. കർത്താവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നും നിനക്ക് കരച്ചിലല്ല, എന്നും നിനക്ക് വേദനയല്ല, എന്നും നിനക്ക് വിലാപമല്ല. വേദപുസ്തകം പറയുന്നു, എല്ലാറ്റിനും ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി, അവന്റെ വാഗ്ദത്തം നിന്റെ അകത്ത് വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. യോസഫ് എത്തിച്ചേരേണ്ട സ്ഥലത്ത്, എത്തപ്പെടേണ്ട ഇടത്ത് അത് എത്തുന്നതിന് മുൻപ് തന്റെ ജീവിതത്തിനകത്ത് വന്നതായ കഷ്ടപ്പാടുകൾ, വേദനകൾ, നിരാശകൾ, പ്രതിസന്ധികൾ, അതേ താഴ്ചകൾ, വീഴ്ചകൾ, പ്രതികൂലങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നിട്ടും ദൈവം വച്ചിരുന്ന ഒരു പ്രത്യേക സമയത്ത് എത്തേണ്ടടുത്ത് എന്റെ ദൈവം എത്തിച്ചുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, നീ ഇന്ന് അനുഭവിക്കുന്ന വേദന ഒരു വേദനയല്ല. കാരണം എന്തെന്നറിയാമോ? നിന്നിൽ വെളിപ്പെടാൻ പോകുന്ന ആ തേജസ്സിനെ ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്ക്. നിന്റെ വരാൻ പോകുന്ന നന്മയെ കുറിച്ചൊന്ന് ചിന്തിക്ക്. നിനക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്ക്. ഇന്ന് കാണുന്ന വേദന അത് സാരമില്ല. എല്ലാറ്റിനും ഒരു കാലം, അതിനൊരു സമയം, അതിനൊരു പൂർത്തീകരണം ഉണ്ട്. അത് കാലം തികയുമ്പോൾ അത്ഭുതം നിന്റെ ഭവനത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ മിനിസ്ട്രിയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ആരാധനയിൽ, നിന്റെ ജീവിതയാത്രയിൽ, നിന്റെ ജോലിയിൽ അത് സംഭവിച്ചേ തീരൂ. അത് ദൈവത്തിന്റെ പ്രമാണമാണ്. അത് ദൈവം നിശ്ചയിച്ചതാണ്. കാലസമ്പൂർണത വന്നപ്പോൾ വെളിപ്പാട് വേദപുസ്തകത്തിനകത്ത് അത് എഴുതി വച്ചിരിക്കുന്നു. കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി എന്ന് പറയുവാൻ കാരണം അത് കാലത്തിന്റെ പൂർത്തീകരണത്തിലാണ്, കാലത്തിന്റെ തികവിലാണ് അത് സംഭവിച്ചതെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നു, ആ സൂര്യന് കീഴേ സകലത്തിനും ഒരു കാലം ദൈവം വച്ചിരിക്കുകയാണ്. അതെ, ഒരു സമയം ദൈവം വച്ചിരിക്കുകയാണ്. ആ സമയത്ത് അതെ ആർക്കും പിടിച്ചടക്കുവാൻ കഴിയത്തില്ല. ബൈബിൾ അതാ പറഞ്ഞിരിക്കുന്നത്, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. അവൻ അടച്ചു വച്ചതിനെ എത്ര ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും അവന്റെ നിശ്ചയ സമയം വരെ അത് തുറന്നു വരത്തില്ല. അവന്റെ സമയത്തിന് അവൻ തുറക്കും. കാരണം ദൈവം തുറന്നാൽ പിന്നെ അതിനെ അടയ്ക്കാൻ ആർക്കും സാധ്യമല്ല. നീ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര തന്നെ ദൈവസന്നിധിയിൽ നീ മുഴങ്കാൽ മടക്കിയാലും ദൈവത്തിന്റെ സമയത്തിന് മുൻപ് അത് തുറക്കത്തില്ല. ദൈവം നിശ്ചയിച്ച സമയം വരുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറന്നിരിക്കും. കാരണം അത് ദൈവത്തിന്റെ വാഗ്ദത്ത സമയമാണ്, അത് ദൈവത്തിന്റെ പൂർത്തീകരണ സമയമാണ്. ദൈവം തുറന്നാൽ പിന്നെ അതിനെ അടയ്ക്കാൻ ഉലകത്തിൽ ആർക്കും സാധ്യമല്ല. കാരണം തുറന്നത് ആ കാലത്തിന്റെ പൂർത്തീകരണത്തിലാണെങ്കിൽ അത് ദൈവം നിശ്ചയിച്ച സമയം വരെ അത് തുറന്നിരിക്കും. കാരണം എന്തെന്നറിയാം, അത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല.
ഹല്ലേലൂയ. വചനത്തിൽ അത് എഴുതി വച്ചിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ജനിപ്പാൻ ഒരു കാലം. ഹല്ലേലൂയ. ജനിക്കാൻ ഒരു സമയം ദൈവം മനുഷ്യന് നിശ്ചയിച്ചതാണ്. ആ സമയം വരുമ്പോൾ ആ ജനനം ഈ ഭൂമിയിൽ നടന്നിരിക്കും. അതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന, അല്ലെങ്കിൽ മെഡിക്കൽ ശാസ്ത്രം പറയുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ചരിത്രം പറയുന്നത് 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക തികയുമ്പോൾ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കണം. അത് ദൈവത്തിന്റെ കാലം നിർണയമാണ്. വചനം അങ്ങനെ എഴുതിയിരിക്കുന്നത്, ജനിപ്പാൻ ഒരു കാലം, അതിനൊരു സമയം ദൈവം വെച്ചതാ. അതിനെ തടഞ്ഞു വയ്ക്കാൻ, അതിനെ പിടിച്ചു വയ്ക്കാൻ ഉലകത്തിലാർക്കും സാധ്യമല്ല. കാരണം അത് ദൈവം വെച്ച നിയമമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരെ, യേശുവിന്റെ വചനം പറയുന്നു, സമയം അടുത്തിരിക്കുകയാണ്. എന്റെ വിടുതലിന്റെ സമയം, നിന്റെ വിടുതലിന്റെ സമയം, നിന്റെ സൗഖ്യത്തിന്റെ സമയം, നിന്റെ രക്ഷയുടെ സമയം, നിന്റെ ഉയർച്ചയുടെ സമയം അടുത്തിരിക്കുന്നു. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ചിലത് പ്രാപിച്ചെടുക്കുക. വചനം പറയും, ജനിപ്പാൻ ഒരു കാലം, 2 മരിക്കാൻ ഒരു കാലം. അതാ മോശ പറഞ്ഞത്, 70 ഏറെയായാൽ 80. ഹല്ലേലൂയ. കാരണം ജനിച്ചാൽ ഒരു വ്യക്തിക്ക് മരണം നിശ്ചയമാണ്, പക്ഷേ സമയം നിശ്ചയമല്ല. ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്കൊരു മരണമുണ്ട്. ആ മരണം എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ജനിക്കുന്നത് അതേ പരമ്പരമായി ജനിച്ചു എന്ന് വരാം. എന്നാൽ മരിക്കുന്നത് അങ്ങനെ മരിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പനപ്പൂപ്പന്മാർ ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് പകൽ നിന്നെ വിടുവിക്കുവാൻ കഴിയുന്നൊരു കർത്താവ് പറയുക, നിന്റെ സമയം വന്നിരിക്കുകയാണ്. എന്തിനാ? ജനിപ്പാൻ ഒരു സമയമുണ്ടെങ്കിൽ മരിക്കാൻ ഒരു സമയം ദൈവം വച്ചിട്ടുണ്ട്, ഒരു കാലം ദൈവം വച്ചിട്ടുണ്ട്. ആ കാല സമ്പൂർണതയ്ക്ക് മുൻപ് നിനക്ക് മരണമില്ല. കാരണം അത് എന്തറിയാ? മരണം ദൈവമാണ്. മരണത്തിന്റെ നീക്കുപോക്കുകൾ ദൈവത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഇതാ മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. മനുഷ്യൻ എപ്പോ മരിക്കണം, എപ്പോൾ അവനെ നരകത്തിൽ വിടണം, എപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്ന് നിശ്ചയിക്കുന്നവൻ പറയുകയാ, മരിക്കാൻ ഒരു സമയമുണ്ട്. ആ മരണത്തിന്റെ താക്കോല് എന്റെ കയ്യിലാണ്. ഇന്ന് പകൽക്കാലം ദൈവ കുഞ്ഞ്, അതിനു മുമ്പ് ആർക്കെങ്കിലും മരിക്കണമെന്ന് തോന്നിയാൽ മരിക്കാൻ പറ്റത്തില്ല. ഏലിയാവ് മരിക്കാൻ കൊതിച്ചു, മരണം അവനെ വിട്ടുമാറി. യോന മരിക്കാൻ കൊതിച്ചു, മരണം അവനെ വിട്ടുമാറി. യോന പറഞ്ഞു, മതി യഹോവേ, എന്റെ പ്രാണനെ നീ എടുത്തുകൊള്ളണം. ഹല്ലേലൂയ. മരിക്കാൻ കൊതിച്ചവന്റെ മരണം ദൈവം മാറ്റിയിട്ട് അവനെ ദീർഘനാൾ നടത്തിയവനാണ് നമ്മുടെ കർത്താവ്. മരിക്കാൻ കൊതിച്ച ഏലിയാവിന് ഇന്ന് വരെ മരണം നടന്നിട്ടില്ല. എന്താ കാരണം? മരണത്തിന്റെ താക്കോൽ അവന്റെ കയ്യില. ഇന്ന് പകൽക്കാല വചനം പറയുന്നു, സകലത്തിനും ഒരു സമയം, എല്ലാറ്റിനും ഒരു കാലം. മരിക്കാൻ ഒരു കാലം ദൈവം ിരിക്കുന്നു. ആ കാലത്തിൽ ദൈവം പ്രവർത്തിച്ച് മാത്രമേ അവന് മരണമുള്ളൂ എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നോക്കണേ, മരിക്കാൻ കൊതിച്ച ഏലിയാവ് ഇതുവരെ മരണം കണ്ടില്ല. മരിക്കുമെന്ന് നിശ്ചയിച്ചു കൊണ്ടിരുന്ന ഹാനോക്ക് ഇന്നുവരെ മരിച്ചിട്ടില്ല. കാരണം ഹാനോക്കിന്റെ കാലഘട്ടം നാം ഒന്ന് പരിശോധിച്ചാൽ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കം മുതൽ 4-5 അധ്യായങ്ങളിൽ ഹാനോക്കിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 5-ാം അധ്യായത്തിൽ, ആ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. 6-ാം അധ്യായം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ വെള്ളപ്പൊക്കം കൊണ്ട് ഭൂമി മുഴുവൻ നശിച്ചു. അതിനു മുൻപ് ഹാനോക്ക് സ്വർഗത്തിൽ എടുക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഹാനോക്ക് എന്താ ചിന്തിച്ചെന്നറിയാണ്ടേ? ഹാനോക്ക് വിചാരിച്ചത് അവന്റെ അപ്പനെ പോലെ അപ്പൂപ്പനെ പോലെ ജനിപ്പിച്ചു മരിക്കുമെന്നാ ചിന്തിച്ചത്. തന്റെ മുൻപിലുള്ള പിതാക്കന്മാരെല്ലാം ജനിപ്പിച്ചു മരിച്ചു. എന്നാൽ ഹാനോക്ക് വിചാരിച്ചു, അതുപോലെ ജനിക്കും, അതുപോലെ ജനിപ്പിക്കും, പിന്നെയും മരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷേ ഹാനോക്കിന്റെ ചിന്തയ്ക്ക്
അപ്പുറമായി ദൈവ ഹാനോക്കിനെ ജീവനോട് എടുത്തുകൊള്ളുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നീ വിചാരിച്ചതിനും അപ്പുറത്താണ് ദൈവത്തിന്റെ കാലം, ദൈവത്തിന്റെ സമയം. ഇത് ദൈവത്തിന്റെ സീസൺ, ഇത് ദൈവത്തിന്റെ സമയം. ഇത് നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന ദൈവത്തിന്റെ സമയമാണ്. അത് അവന്റെ സീസണാണ്. ഇന്ന് പകൽ പുറത്തു വരാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു എങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരാ. അതെ, അതിനൊരു സമയം ദൈവം വച്ചിട്ടുണ്ട്. ഇന്ന് പകൽ കാലസമ്പൂർണത വരുമ്പോൾ നീ നിശ്ചയമായി ഇന്ന് പകൽ പുറത്തു വരും, അതിന് സംശയം വേണ്ട. കർത്താവ് യേശുക്രിസ്തുവിന് മരിക്കാൻ ഒരു സമയം പിതാവ് കൊടുത്തു. എന്നാൽ മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി പുറത്തു വന്ന കൊണ്ട് പുറത്തു വരാൻ ദൈവം ഒരു സമയം വച്ചിരുന്നു. അതാ പറഞ്ഞ 3-ാം നാൾ അവൻ ഉയർത്തു. അങ്ങനെയെങ്കിൽ മരണം ദൈവത്തിന്റെ കയ്യില്. ആര് മരിക്കണം, എപ്പോൾ മരിക്കണം, എപ്പോൾ മരിക്കണ്ട എന്ന് നിശ്ചയിക്കുന്നത് ഡോക്ടർമാരല്ല, എന്റെ സ്വർഗത്തില് എന്റെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ വചനം പറയുന്നു മരിപ്പാൻ ഒരു കാലം ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നടുവാൻ ഒരു കാലം, രണ്ട് നട്ടത് പറിപ്പാൻ മറ്റൊരു കാലം കൂടെ ദൈവം വച്ചിട്ടുണ്ട്. 1 മുതൽ 11 വരെ വാക്യങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ദൈവം വച്ചിരിക്കുന്ന സമയം നമുക്ക് കാണാൻ കഴിയും. എന്തിനാ? നടാൻ ഒരു കാലം, നട്ടതിനെ അതിന്റെ ഫലം പറിപ്പാൻ ഒരു കാലം ദൈവം വച്ചിട്ടുണ്ട്. ഇന്ന് നട്ട് നാളെ പറിപ്പാൻ പറ്റത്തില്ല, അതിനൊരു കാലം ദൈവം വച്ചിട്ടുണ്ട്. ഇന്ന് നട്ടു, ഒരു 3 മാസം കഴിയുമ്പോൾ അതിന്റെ ഫലമെടുക്കുന്ന പോലെ, 2 മാസം കഴിയുമ്പോൾ അതിന്റെ ഫലമെടുക്കുന്ന പോലെ, ഒരു 6 വർഷം കഴിയുമ്പോൾ അതിന്റെ ഫലമെടുക്കുന്ന പോലെ ദൈവത്തിന്റെ വചനം പറയുന്നു നടാൻ ഒരു കാലം ദൈവം വച്ചെങ്കിൽ നട്ടതിനെ എടുക്കാൻ പറിപ്പാൻ ദൈവം വച്ചൊരു സമയമുണ്ട്. ആ സമയത്തിന് ദൈവത്തിന്റെ സമയമാകുമ്പോൾ അതിനെ പറിക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ ഞാൻ പറയാ, പിതാവ് നടാത്തത് തൈ വേരോടെ പറഞ്ഞു പോകുമ്പോൾ ദൈവം നട്ടത് അതിന്റെ ഫലമെടുക്കാൻ ഒരു പ്രത്യേക സമയം ദൈവം വച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് സമയം അടുത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ഇന്നലകളിൽ വിതച്ചതിന്റെ ഫലം കൊയ്യാൻ സമയം അടുത്തിരിക്കുകയാണ്. വർഷങ്ങൾ കൊണ്ട്, നാളുകൾ കൊണ്ട് കരഞ്ഞ് വിത്ത് ചുമന്ന് വിതച്ചതിന്റെ ഫലം എടുക്കാൻ സമയം ദൈവം വച്ചിരിക്കുന്നു. വചനം പറയുന്നു നട്ടതിനെ പറിപ്പാൻ ഒരു കാലം. നീ ഇന്നലകളിൽ കരഞ്ഞില്ലേ, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കാലം ദൈവം വച്ചിട്ടുണ്ട്. നീ കരഞ്ഞ വിഷയത്തിന് മറുപടി വരുന്ന ഒരു സമയം ദൈവം വച്ചിട്ടുണ്ട്. അതിനൊരു സീസൺ ഇന്ന് പകൽക്കാലം നിനക്കായി ദൈവം മാറ്റി വച്ചിരിക്കുകയാ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ! കർത്താവിനെ ആർത്തിയോടെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ! ഈ പകൽ പരിശുദ്ധാത്മാ പറയുന്നു നട്ടതിനെ പറിപ്പാൻ ഒരു കാലം ദൈവം വച്ചിരിക്കുന്നു. നടുവാൻ ഒരു കാലം, പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, അതേ സൗഖ്യമാകാൻ ഒരു കാലം. ഹല്ലേലൂയ! എത്ര വർഷങ്ങളായി അതേ പഴക്കം ചെന്ന രോഗത്തിന് ഒരു പ്രത്യേക സമയം ദൈവം വച്ചിട്ടുണ്ട്. ആ സമയം വരുമ്പോൾ വചനം പറയും സൗഖ്യമാകാൻ ഒരു കാലം. ഇന്നലകളിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, നടന്നില്ല. ഭാരപ്പെടേണ്ട, വിടുവിക്കപ്പെടുന്ന, സൗഖ്യമാകാൻ ഒരു കാലം, ഒരു സമയം ദൈവം നമുക്ക് വച്ചിട്ടുണ്ട്. ആ സമയം വരുമ്പോൾ ദൈവം നമ്മെ സൗഖ്യമാക്കാൻ അവൻ ശക്തനാണ്, അവൻ വിടുവിപ്പാൻ അവൻ ശക്തനാണ്. വചനം പറയുന്നു സൗഖ്യമാകാൻ ഒരു കാലം. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്നലകളിൽ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ല. പെറുപെറുക്കണ്ട, ഭാരപ്പെടേണ്ട, വേദനിക്കുന്ന അവസ്ഥകൾ മാറും. വചനത്തിൽ 103-ാം സങ്കീർത്തനം അതിന്റെ 3-ൽ എഴുതിയിരിക്കുന്നു അവൻ സർവ്വ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം അത് എഴുതി വെച്ചിരിക്കുന്നു. 25, 26 പറയുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. 107-ാം സങ്കീർത്തനം അതിന്റെ 27-ൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. 20-ൽ പറയുന്നു വചനം അയച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ സൗഖ്യമാകാൻ ഒരു കാലം ദൈവം വച്ചിട്ടുണ്ട്. കുഞ്ഞെ, നിന്നെ വിടുവിക്കാൻ കഴിവുള്ള, കരുത്തുറ്റ,
ഒരു കർത്താവ് പറയുന്നു, വിടുവിക്കാൻ ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം, അത് കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി വന്നമല്ല. നിന്നെ വിടുവിപ്പാൻ എന്റെ യേശുവിനെ കഴിയും. നിന്നെ സൗഖ്യമാക്കാൻ ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എന്റെ യേശുവിന് നിന്നെ വിടുവിപ്പാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സൗഖ്യമാകാൻ ഒരു കാലം. ചിലർ ചോദിക്കാറുണ്ട്, ദൈവമേ ഇത്രയും നാളുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമില്ലല്ലോ, വിടുതലില്ലല്ലോ, ആശ്വാസമില്ലല്ലോ, അനുഗ്രഹമില്ലല്ലോ, നന്മയില്ലല്ലോ. പലരും പറയുന്നു, നിങ്ങൾക്കൊക്കെ അതെ അനേകർക്ക് സൗഖ്യം ലഭിക്കുമ്പോൾ, അനേകർ ആശ്വാസത്തോടെ ഇരിക്കുമ്പോൾ, അനേകർക്ക് നല്ല നന്മകൾ ലഭിക്കുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഇത്ര നാളായിട്ട് നിങ്ങൾക്കെന്തേ മാറ്റം വരാത്തത്? ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു, എല്ലാറ്റിനും ഒരു സമയം, എല്ലാറ്റിനും ഒരു കാലം. നീ വിടുവിക്കപ്പെടാൻ ഒരു കാലമുണ്ട്, നിന്നെ ഉയർത്താൻ ഒരു സമയമുണ്ട്, ഒരു സീസണുണ്ട്, ഒരു കാലമുണ്ട്. വചനം പറയുന്നു, സൗഖ്യമാകാൻ ഒരു കാലം, രണ്ട് ഇടിച്ചു കളയാൻ ഒരു കാലമുണ്ട്. സകലത്തെ ഇടിച്ച് അതെ കളയുവാൻ, നിരപ്പാക്കാൻ, തകർത്ത് കളയുന്ന ഒരു കാലമുണ്ട് കേട്ടോ. ജീവിതത്തിനകത്ത് സകലതും നിരപ്പ് വരുത്തുന്ന ഒരു കാലമുണ്ട്. അതാ ഇടിച്ചു കളക എന്ന് പറഞ്ഞാൽ അത് നിരത്തുകയാണ്. ജീവിതത്തിനകത്ത് വേദനകളുണ്ട്, ഭാരമുണ്ട്, പക്ഷെ ചിലതെല്ലാം തമ്പുരാൻ ഇടിച്ചു നിരത്തുകയാണ്. എന്തിനെന്നറിയാ? നിന്നെ തകർത്ത് കളയാനല്ല, പിന്നെയും നിന്നെ പണിയാൻ. ദൈവം നിന്നെ ഇടിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ അടുത്ത് പറയാ പണിയാൻ ഒരു കാലമുണ്ട്. കുഞ്ഞെ, ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒരു ഇടിവ് സംഭവിച്ചെങ്കിൽ, എവിടെയെങ്കിലും നിന്നെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പണിയുന്ന ഒരു സമയം വരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എന്നെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പണിയുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണല്ലോ യോബ് വിളിച്ചു പറഞ്ഞ, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ അണച്ചു കൊല്ലും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. കാരണം അവനാണ് ഇടിച്ചതെങ്കിൽ അവനെ പണിയാൻ പറ്റും, അവനാണ് അടിച്ചതെങ്കിൽ എന്നെ അണയ്ക്കാൻ പറ്റും, അവൻ കൊല്ലുന്നവനെങ്കിൽ അവൻ എന്നെ ജീവിപ്പിക്കാൻ പറ്റും. അതാ യോബിന്റെ പ്രത്യാശ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ പറ്റും, യേശു കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ, സമയങ്ങളിൽ എന്നെ ഇടിച്ചത് അതെ തകർത്ത് കളയാനല്ല, ഒന്നെന്ന് അതിന്റെ അസ്ഥിവാരം മുതൽ എന്നെ പണിയാൻ എന്റെ ദൈവം ഇടിച്ചിരിക്കുന്നു. അതാ പറഞ്ഞത്, പണിയാൻ ഒരു കാലമുണ്ട്, പണിയാൻ ഒരു സമയമുണ്ട്, പണിയാൻ ഒരു സീസണുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പണിയുന്നില്ലല്ലോ, നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ തമ്പുരാന്റെ വചനം പറയുന്നു, സമയം അടുത്തിരിക്കുക. എന്തിനാ? പണിയാൻ ഒരു കാലം, പണിയാൻ ഒരു സമയം, പണിയാൻ ഒരു സീസൺ ദൈവം നമുക്ക് വച്ചിട്ടുണ്ട്. കുഞ്ഞെ, മറ്റുള്ളവർ കണ്ട് അതെ അസൂയപ്പെടുന്ന ഒരു സമയം നിനക്കുണ്ട്. മറ്റുള്ളവർ കണ്ട് അതെ ഭയപ്പെടുന്ന ഒരു സീസൺ നിനക്കുമുണ്ട്. കാരണമെന്നറിയാ, ദൈവം പറഞ്ഞിരിക്കുന്നു, സമയം അടുത്തിരിക്കുക. ഹല്ലേലൂയ. മറ്റുള്ളവർ വീട് പണിയുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ, അയ്യോ എനിക്ക് പണിയാൻ പറ്റുന്നില്ലല്ലോ? ഇല്ല കുഞ്ഞെ, ഇടിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പണിയാൻ ഒരുവൻ വരും. അവന്റെ പേര് യേശു. ഇന്ന് പകൽക്കാലം ഇടിച്ചത് ദൈവമെങ്കിൽ പണിയാൻ അവന് കഴിയും. അവൻ ഇടിച്ചാൽ ആർക്കും അതിനെ പണിയാൻ പറ്റത്തില്ല. യഹോവ തന്നെ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ദൈവം ഇടിച്ചാൽ അവൻ അതിനെ പണിയും. വചനം പറയുന്നു, അടുത്ത് പറയുകയാണ്, കരവാൻ ഒരു കാലം. ഹല്ലേലൂയ. വചനം പറയുകയാണ്, കരയാൻ ഒരു കാലമുണ്ട്. എല്ലാറ്റിനും ഒരു കാലം, എല്ലാറ്റിനും ഒരു സീസൺ, എല്ലാറ്റിനും ഒരു സമയം ദൈവം വെച്ചതാണെങ്കിൽ, നീ കരയുകയാണെങ്കിൽ നിനക്ക് കണ്ണുനീർ തോരുന്ന ഒരു സമയം വരും. അടുത്ത് പറയുക, ചിരിപ്പാൻ ഒരു കാലമുണ്ട്. കരയുന്ന കുഞ്ഞെ, നിനക്ക് ചിരിക്കാൻ ഒരു സമയം ദൈവം വച്ചിട്ടുണ്ട്. നിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. വെളിപ്പാട് പുസ്തകം 21-ലും 22-ലും പറയുന്നു, കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം അവൻ
തുടച്ചു കളയും. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ അവിടെ കണ്ണുനീരില്ലാത്ത ഒരു നിത്യത നമുക്കുണ്ട്. അതാ കർത്താവ് പറഞ്ഞത്, കരയാനൊരു കാലമുണ്ടെങ്കിൽ കണ്ണുനീരില്ലാത്ത, കരയാൻ ഇടയില്ലാത്ത, കരയുവാൻ ഇടമില്ലാത്ത ഒരു സീസൺ നിനക്ക് വരും കുഞ്ഞെ. കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു കാന്തൻ, ഒരു കർത്താവ് എനിക്കുണ്ട്, നിനക്കുണ്ട്. ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. അവൻ കണ്ണുനീര് തുടയ്ക്കുന്നവനാ. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് കണ്ണുനീരുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ആകുലതകളുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരിടം എനിക്കുണ്ട്. ഒരു സീസൺ എനിക്ക് വരും, ഒരു സമയം എനിക്ക് വരും. കാരണം എന്തറിയാ? വചനം ഞാൻ വിശ്വസിക്കുന്നു. കരവാൻ ഒരു കാലമുണ്ടെങ്കിൽ ചിരിപ്പാൻ ഒരു കാലം വരും, സന്തോഷിപ്പാൻ ഒരു കാലം വരും. ഓ ഹല്ലേലൂയ. 100 വയസ്സ് വരെ, 99 വയസ്സുവരെ കരഞ്ഞുകൊണ്ടിരുന്ന, ഹല്ലേലൂയ, വേദനിച്ചുകൊണ്ടിരുന്ന, നിരാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരുവന്റെ അടുക്കൽ ദൂതൻ വന്ന് പറഞ്ഞത്, നിന്റെ ഭാര്യ സാറ ഒരു മകനെ പ്രസവിക്കും. പക്ഷേ ഇന്നലകളിൽ കരഞ്ഞതിന് പകരമായി അവന്റെ പേര് ഇസഹാക്ക് എന്നാണ് ഇടേണ്ടത്. എന്താ ഇസഹാക്കിന്റെ അർത്ഥം? ചിരി എന്നാണ്. ഇന്നലകളിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ തമ്പുരാൻ പറയുന്നു, ചിരിപ്പാൻ ഒരു കാലം വരാൻ പോകുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അബ്രഹാമേ, കരയുന്ന സാറേ, നിനക്ക് ചിരിക്കാൻ ഒരു സമയം വരാൻ പോകുന്നു. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഒരു സമയം വരാൻ പോകുന്നു. നിന്നെ കളിയാക്കിയവർ അവർ നോക്കി, നീ ചിന്നെ കളിയാക്കി നിന്നെ ചിരിച്ചെങ്കിൽ അതെ നീയും അവരും ഒരുമിച്ച് ചിരിക്കുന്ന ഒരു സീസൺ വരാൻ പോകുന്നു. നിന്റെ മകന് ഇസഹാക്ക് എന്ന പേരുടെ കാരണമെന്നറിയാ? നീ ചിരിക്കാൻ പോകുകയാ. കണ്ണുനീര് തുടയ്ക്കുന്ന യേശു പറയുന്നു, കരവാൻ ഒരു കാലമുണ്ടെങ്കിൽ ചിരിപ്പാൻ ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 99 വയസ്സുവരെ കരഞ്ഞുകൊണ്ടിരുന്ന അബ്രഹാം സാറ ചിരിക്കാനായി ഒരു പുത്രനെ കൊടുത്തിട്ട് പറയാ, അവന്റെ പേര് തന്നെ ചിരിയെന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്റെയും നിന്റെ ജീവിതത്തിനകത്ത് കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു രക്ഷകൻ പറയുകയാ, ചിരിക്കാൻ ഒരു കാലം വരാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഈ കാണുന്ന ദൈവജനത്തിനു വേണ്ടി കൽപ്പിക്കുകയാണ്. കണ്ണുനീര് തുടയ്ക്കപ്പെടുന്ന ഒരു സീസണാകട്ടെ, ചിരിക്കുന്ന ഒരു സീസണാകട്ടെ, വേദനകളില്ലാത്ത ഒരു സീസണാകട്ടെ, നിരാശകളില്ലാത്ത ഒരു സീസണാകട്ടെ. പിശാചിൻ്റെതായ പദ്ധതികൾ പൊളിഞ്ഞ് കണ്ണുനീര് തുടച്ച് അത്ഭുതങ്ങൾ ഭവിക്കുന്ന ഒരു പകലായി, ഒരു സീസണായി ഇപ്പോൾ മാറട്ടെന്ന് കൽപ്പിക്കുന്നു. പിശാച് കൊണ്ടുവച്ച കണ്ണുനീരുകൾ വിട്ടുപോകട്ടെ. അവന്റെ എല്ലാ പിശാചിന്റെ ഞെരുക്കങ്ങൾ ഇപ്പോൾ വിട്ടുമാറുകയാ. ഇന്ന് പകൽ ഉടമരക ശബ്ദലാരക റീവൽക്കടക മനുതിര. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കി പ്രവചിക്കുന്നു. നിന്റെ കണ്ണുനീര് പൂർണ്ണമായി തുടച്ച് നിന്നെ ഒതുക്കി വെച്ച ആ ഒതുക്കപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. നിന്റെ കല്ലറ പോലുള്ള അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു സീസൺ വരുന്നു. കർത്താവ് പറയുക, കരയാൻ ഒരു കാലമുണ്ടെങ്കിൽ കുഞ്ഞ് ചിരിക്കാൻ ഒരു കാലം ദൈവം നിനക്ക് തരികയാ. നിന്റെ കണ്ണുനീര് അവൻ തുടച്ചു കളയുകയാണ്. ഇന്ന് പകൽ എന്തോ പരിശുദ്ധാത്മ പറയുന്നു, ആരെയൊക്കെ ചിലരെ പിശാച് ഒതുക്കി വച്ച ചില മേഖലയിൽ നിന്ന് ഈ പകൽ പുറത്തു കൊണ്ടുവരുന്ന സീസണാകുകയാണ്. ഒരു പകലായി മാറുന്നു. നിന്നെ ഒതുക്കി വച്ചിട്ട് സാത്താൻ പറയുക, ഇനി നീ പുറത്തു വരത്തില്ല, ഇനി നീ പുറം ലോകം കാണത്തില്ല. ഒതുക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ തുറന്നെടുത്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലായി മാറുന്നു.
യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ 36 എഴുതിയിരിക്കുന്നു, ചിലരുടെ ശവക്കല്ലറയെ ദൈവം തുറക്കുകയാണ്. ഈ പകൽക്കാലം അടഞ്ഞു കിടക്കുന്ന ചില അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. വചനം പറയുകയാണ്, മൃത അവസ്ഥയിൽ നിന്ന് കരമടിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, സ്തുതിക്കാൻ കഴിയാതെ ഒരു മൃതയവസ്ഥയിൽ ആയിരിക്കുന്ന ആരെയൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരുന്നു. ചിരിക്കാൻ ഒരു സമയം. തണുത്തുപോയ മൃതാവസ്ഥയിലായിരിക്കുന്ന ആരെയൊക്കെ കർത്താവ് ചൂടേറിയ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആ നിറവിലേക്ക് ദൈവം പകൽ ആരെയൊക്കെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരികയാ. ശവക്കല്ലറ തുറന്ന് ഞാൻ ചിലരെ പുറത്തു കൊണ്ടുവരും എന്ന് യെഹെസ്കേലിനോട് ദൈവാത്മാ പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം അങ്ങനെ ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. പിശാച് ഒതുക്കി വെച്ചത്, പിശാച് അടച്ചു വെച്ചത് ഇനി പുറത്തു വരത്തില്ല. ഇനി നീ ഉയരത്തില്ല, ഇനി നീ പുറത്തു വരത്തില്ല, ഇനി നീ ഉയരത്തില്ല, ഇനി നീ ആ പഴയതുപോലെ കയറി വരത്തില്ല എന്ന് ആ പിശാച് പറഞ്ഞ് നിന്നെ ഒതുക്കിയ ആ സ്ഥാനത്ത് നിന്ന്